ചൗചൗ വെച്ചിട്ട് ഇന്നൊരു ഗീറാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു വലിയ ചൗചൗ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൊലി നല്ലതുപോലെ ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ നമുക്കിതിൻ്റെ തൊലി ആദ്യം തന്നെ നല്ലതുപോലെ ഒന്ന് കത്തി വെച്ചിട്ടോ അതല്ലെങ്കിൽ പീലർ വെച്ചിട്ടോ നല്ലതുപോലെ ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ചൗചൗവിൻ്റെ തൊലി കളഞ്ഞെടുക്കുമ്പോൾ നല്ലതുപോലെ തന്നെ കളഞ്ഞെടുക്കണം. തൊലി പെട്ടാൽ ചെറുതായിട്ട് ഇങ്ങനെ ഒരു കടി പോലെ വരും കേട്ടോ. അതുകൊണ്ടാണ് നല്ലതുപോലെ തൊലി കളഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊലി കളഞ്ഞാൽ കണ്ട ഭയങ്കര വഴുവഴുപ്പായിരിക്കും കേട്ടോ ഉണ്ടാവുക. അപ്പോൾ നമുക്കിതിന് ഒരു പ്രാവശ്യം കൂടെ നല്ലതുപോലെ വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്രേറ്റർ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ചൗചൗ ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് വലിയ പീസായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കരുത് കേട്ടോ. ചെറിയ പീസായിട്ട് എത്രത്തോളം ചെറിയ ബ്ലേഡിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റുമോ അത്ര ചെറിയ ബ്ലേഡിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാട്ടോ നല്ലത്. എങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു ചൗചൗ ഫുള്ളായിട്ട് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഉൾഭാഗത്തായിട്ട് ഒരു കുരു ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കിയിട്ട് വേണം കേട്ടോ ഇത് ഗ്രേറ്റ് ചെയ്താണ്. അപ്പോൾ നമുക്കിത് മുഴുവനായിട്ട് വെച്ചിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുക. അതല്ലെങ്കിൽ ചൗചൗ നമുക്ക് 2 പീസാക്കിയ ശേഷം കുരു മാറ്റിയ ശേഷം ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ അത് കണ്ടോ, ഞാനിത് ഫുള്ളായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ ലാസ്റ്റ് അതിൻ്റെ കുരുവിൻ്റെ ഭാഗമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ട് അതിൻ്റെ സീഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒഴിവാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ചൗചൗ എല്ലാം തന്നെ നല്ലതുപോലെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചൗചൗവിൽ അത്യാവശ്യം ജലാംശമുള്ള ഒരു വെജിറ്റബിൾ ആട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഗീർ തയ്യാറാക്കാനായിട്ട് വേണ്ടത് കാഷ്നട്ടോ അതല്ലെങ്കിൽ ബദാമോ കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കാഷ്നട്ടോ ബദാമോ ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി. ഞാനിവിടെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടോ എടുത്തിട്ടുള്ളത്. രണ്ടും ഒരു 8 വീതം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 15 മിനിറ്റോളം ചുടുവെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സോക്ക് ചെയ്തെടുത്തിട്ടുള്ള കാഷ്നട്ടും ബദാമും കൂടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വെള്ളം ഞാൻ എടുക്കുന്നില്ല. അപ്പോൾ അരച്ചെടുക്കാനായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 2-3 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്തിട്ട് വേണം കേട്ടോ ഇതൊന്ന് പേസ്റ്റാക്കി എടുക്കാൻ. അപ്പോൾ ഇത് പേസ്റ്റാക്കി എടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് പേസ്റ്റാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ പീസൊക്കെ അങ്ങനെ കടിക്കാൻ കിട്ടുന്ന ഒരു രൂപത്തിൽ വേണം കേട്ടോ ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗീർ തയ്യാറാക്കാനായിട്ട് ഒരു കടായി വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ ചൂടായി വന്നാൽ അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നെയ്യ് നല്ലതുപോലെ ഒന്ന് മെൽറ്റായി ചൂടായി വന്ന ശേഷം നമുക്കിതിലേക്ക് കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം. കാഷ്നട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്നിങ്ങനെ മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ കാഷ്നട്ടും കിസ്മിസൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചധികം ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതും കൂടെ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ പിന്നെ നമുക്ക് വേണമെങ്കിൽ ബദാം ചെറുതായിട്ട് അരിഞ്ഞതോ പിസ്തയോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കാഷ്നട്ടും കിസ്മിസൊക്കെ നല്ലതുപോലെ ഇപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചൗചൗ ഉണ്ടല്ലോ, അത് ആ വെള്ളത്തോട് കൂടി വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഫുള്ള് ചൗചൗ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ ഏതാണ്ട് ഒരു 15 മുതൽ 20 മിനിറ്റോളം നല്ലതുപോലെ ഇതൊന്ന് വഴറ്റി മിക്സ് ആക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഫ്ലെയിം കൂട്ടിയിട്ട് കൊടുത്താൽ പെട്ടെന്ന് അതിൻ്റെ വെള്ളം വറ്റിയിട്ട് ചൗചൗ കുക്കാവാതിരിക്കും കേട്ടോ. അപ്പോൾ ഞാനൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഏതാണ്ട് ഒരു 15 മുതൽ 20 മിനിറ്റോളം ഇതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ ചൗചൗ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ടൈമിൽ വേണം കേട്ടോ ഇതിലേക്കായിട്ട് മധുരം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഒന്നും കൂടെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ലേശം കൂടെ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പഞ്ചസാരയും മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഒരു മധുരത്തിനനുസരിച്ചിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആദ്യം തന്നെ പഞ്ചസാരയായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 6 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 2-3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പഞ്ചസാര എല്ലാം തന്നെ ചൗചൗവിലൊന്ന് നന്നായിട്ട് പിടിക്കണം കേട്ടോ. ഒന്ന് മെൽറ്റായ ശേഷം ഒരു 2-3 മിനിറ്റും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതിന് ശേഷം വേണം കേട്ടോ നമ്മൾ ഇതിലേക്കായിട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാൻ. അപ്പം മിൽക്ക് മെയ്ഡ് കൂടുതൽ ചേർത്ത് കൊടുത്താൽ അത്രയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് വേണം കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ. 2 പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പഞ്ചസാരയ്ക്ക് ഒന്ന് മെൽറ്റായിട്ട് നല്ലതുപോലെ ആ ചൗചൗവിലൊക്കെ ഒന്ന് പിടിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി വേണം ഇതിലേക്ക് നമുക്ക് 2-3 ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കാനായിട്ട്.
മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നും കൂടെ നല്ലൊരു ടേസ്റ്റ് കേട്ടോ. അപ്പോൾ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്തിട്ട് ശേഷം നമുക്കൊരു 2-3 മിനിറ്റും കൂടെ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ആ ചൗചൗവിൽ നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് പിടിച്ച് മിക്സായി വരണം. ഇപ്പോൾ ഏതാണ്ട് കണ്ടോ ചൗചൗവിൽ മിൽക്ക് മെയ്ഡും പഞ്ചസാര എല്ലാം തന്നെ പിടിച്ചിട്ട് ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള കാഷ്നട്ടും ബദാമിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു 2-3 മിനിറ്റും കൂടെ നല്ലതുപോലെ എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഏതാണ്ട് 2-3 മിനിറ്റിന് ശേഷം വേണട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ 1/2 ലിറ്റർ പാലാട്ടോ ഇതിലേക്കായിട്ട് എടുക്കുന്നത്. അപ്പോൾ പാലും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഇതിലൊട്ടും വെള്ളം ചേർത്ത് കൊടുക്കാൻ പാടില്ല. നല്ല ഫുൾ ഫാറ്റ് മിൽക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. ഒരുപാട് അങ്ങ് കുറുക്കിയെടുക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഏതാണ്ട് നമ്മുടെ ഗീർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഏതാണ്ട് ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം കേട്ടോ. അതിനുശേഷം വേണം അതിന് ഫ്ലേവറിനും ടേസ്റ്റിനും വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഏലക്ക പൗഡറോ അതല്ലെങ്കിൽ വാനില എസൻസോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഏലക്ക പൗഡർ ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഏലക്ക പൗഡറിന് പകരം നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് കേട്ടോ. നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ചൗചൗ വെച്ചിട്ടുള്ള ഗീർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് ചൂടോടെ കഴിക്കാനും അതുപോലെ തന്നെ തണുപ്പിച്ച് കഴിക്കാനും നല്ല ടേസ്റ്റ് കേട്ടോ.